ഈ മാസം 25-ാം തീയതി തൊട്ട് വരുന്ന ഓഗസ്റ്റ് 23-ാം തീയതി വരെ ഡ്യൂറൻഡ് കപ്പ് നടക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ISLനെ സംബന്ധിച്ചിടത്തോളം ISLലെ എല്ലാ ക്ലബ്ബുകളും ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയില്ല എന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും തന്നെ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള ഒന്നാണ്. അതിനെല്ലാം പുറമെ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ISLുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ISL സീസൺ ഒരു തട്ടിക്കൂട്ട് സീസണായിട്ട് നടത്തേണ്ടി വന്ന സാഹചര്യവും പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വരുവാനായിട്ട് പോകുന്ന ഡ്യൂറൻഡ് കപ്പ് അതായത് ഈ ഒരു ഡ്യൂറൻഡ് കപ്പിൽ എല്ലാ ക്ലബ്ബുകളും പങ്കെടുക്കുമോ എന്ന തരത്തിൽ ഒരുപാട് ആശങ്കകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചില ISL ക്ലബ്ബുകളും ഈ ഒരു ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു ക്ലബ്ബുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടമില്ല. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന 2 ഡ്യൂറൻഡ് കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഡ്യൂറൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നോട്ട് വലിക്കുന്നില്ലെങ്കിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്കിതുവരെയായിട്ടും വ്യക്തമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നില്ല. ഈ ഒരു ഡ്യൂറൻഡ് കപ്പ് ഏതാണ്ട് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഡ്യൂറൻഡ് കപ്പിൽ ISLനെ സംബന്ധിച്ചിടത്തോളം ISL ക്ലബ്ബുകളായിട്ടുള്ള മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ SC ഡൽഹി, ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തുടങ്ങിയ ക്ലബ്ബുകൾ പങ്കെടുക്കുന്നുണ്ട്. മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ്, ചെന്നൈയിൻ FC ഗോവ തുടങ്ങിയ ക്ലബ്ബുകളൊന്നും ഈ ഒരു ഡ്യൂറൻഡ് കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് എടുത്ത് പറയേണ്ടത്. ഈ ഒരു ഡ്യൂറൻഡ് കപ്പിൽ നടക്കുമ്പോൾ ഏതാണ്ട് 5ഓളം നഗരങ്ങളിൽ വെച്ചായിരിക്കും ഈ ഒരു ഡ്യൂറൻഡ് കപ്പ് നടക്കുക. ക്ലബ്ബുകളൊക്കെ തന്നെ അവരുടെ വിമർശനം അറിയിക്കുന്ന സാഹചര്യമാണോ ഇതെന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ പോലും ISLൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത, അതായത് സെപ്റ്റംബർ 4-ന് ISL ആരംഭിക്കുമെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട്. ആ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകൾ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. ഇനി ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ക്ലബ്ബുകൾ മാറി നിൽക്കുന്നതെന്നും കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണ്. അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വേണ്ടതാണ്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വരുവാനായിട്ട് പോകുന്ന ISL സീസണിന് മുന്നോടിയായിട്ട് ടീമിൽ നടക്കുവാനായിട്ട് അല്ലെങ്കിൽ കാണുവാനായിട്ട് സാധിക്കുമെന്നൊരു കാര്യവും എടുത്തു പറയേണ്ടതാണ്. സോ ഉടൻ തന്നെ മികച്ച രീതിയിൽ ISLന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുവാനായിട്ട് അതായത് അധികൃതർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രതീക്ഷിക്കാവുന്നതാണ്.